എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഡ്രൈവിംഗ് പഠിക്കുന്ന മിക്ക ആളുകൾക്കുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബാലൻസ് കറക്റ്റ് ആവാത്തതാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റ് ആക്കാൻ വേണ്ടി പറ്റാത്തതാണ്. അപ്പോൾ പല ആളുകളും സംശയം ചോദിച്ചിരുന്നു, ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് മാസങ്ങളോളം നമ്മൾ പരിശ്രമിക്കണം ഈ ഒരു സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടെന്ന്. എന്നാൽ അതൊന്നും ആവശ്യമില്ല കേട്ടോ. വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മനഃശാസ്ത്രപരമായിട്ട് ഈ കാര്യം ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ഇനി നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ഡയറക്റ്റ് പങ്കെടുക്കാം. എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ ക്ലാസ് വെക്കുന്നുണ്ട്. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400600735. ഇതൊരു 1 day ട്രെയിനിങ് പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വാഹനം എടുത്തിട്ട് പോകാൻ പറ്റും. ഇനി സ്റ്റിയറിംഗ് കൺട്രോളിനെ പറ്റിയിട്ട് പറയാം. എന്തുകൊണ്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾ പലർക്കും കിട്ടാത്തത്? നമ്മൾ സാധാരണ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് അതിന് ശ്രദ്ധിക്കും. പഠിക്കുന്ന ആളുകൾ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊരു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് സ്റ്റിയറിംഗ് തിരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധ ഈ ഒരു സ്റ്റിയറിംഗിലേക്ക് ആദ്യം വരും. എങ്ങനെ തിരിക്കണം, എങ്ങോട്ട് തിരിക്കണം, അങ്ങോട്ട് എത്ര തിരിച്ചു, ഇങ്ങോട്ട് എത്ര തിരിച്ചു. ചില ആളുകൾ ഇത് കൗണ്ട് ചെയ്യും. ഞാൻ 1 റൗണ്ട് തിരിച്ചിട്ടുണ്ട്, ഞാൻ ഹാഫ് റൗണ്ട് തിരിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കൗണ്ട് ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട്. നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റിയറിംഗ് എത്ര തിരിച്ചു എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ റോഡിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണ് എങ്ങോട്ട് വേണം? നമ്മുടെ കണ്ണ് റോഡിലേക്ക് ആയിരിക്കണം. കണ്ണ് എങ്ങോട്ട് വേണം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ആക്ച്വലി നമ്മുടെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാറുള്ളത്. പല സമയങ്ങളിൽ കണ്ണ് എങ്ങോട്ടൊക്കെ പോകണം കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് അറിയാം റോഡിലേക്കാണ് കണ്ണ് വേണ്ടത്. സ്റ്റിയറിംഗിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? ഇല്ല. സ്റ്റിയറിംഗിലേക്ക് ശ്രദ്ധിക്കുന്ന മാത്രമല്ല, തലയിൽ മൊത്തം സ്റ്റിയറിംഗ് എന്നായിരിക്കും ഉണ്ടാവുക. അതായത് സ്റ്റിയറിംഗ് എത്ര തിരിച്ചു ഈ ഒരു ടെൻഷൻ പലർക്കും ഉണ്ട്. ഇത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. സ്റ്റിയറിംഗിനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? റോഡിലേക്ക് നോക്കിയിട്ട് എൻ്റെ വാഹനം കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. അതാണ് നിങ്ങൾ നോക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത് അതാണ്. പലരും ചെക്ക് ചെയ്യുന്ന അതല്ല, എൻ്റെ സ്റ്റിയറിംഗ് പഴയ പൊസിഷനിലേക്ക് ആയിട്ടുണ്ടോ, സ്റ്റഡി ആയിട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മുമ്പ് തിരിച്ചത് മടക്കി തിരിച്ചിട്ടുണ്ടോ, ഇതൊക്കെയാണ് പലരും ശ്രദ്ധിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾ സ്റ്റിയറിംഗിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നതിന് പകരം എൻ്റെ വാഹനം കറക്റ്റാണോ റോഡിൽ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്റ്റിയറിംഗിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. നിങ്ങളുടെ വാഹനം നേരെ ആകുന്നത് വരെ സ്റ്റിയറിംഗ് തിരിക്കുക. അത് നോക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ മിനിറ്റുകൾക്കകം കിട്ടും. 1 day ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ നെക്സ്റ്റ് ഡേ സ്വന്തമായിട്ട് വാഹനം ഓടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ട്രിക്കൊക്കെ മനസ്സിലായതുകൊണ്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ബുക്ക് ചെയ്യാം കേട്ടോ. പറഞ്ഞ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കാണാം. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.